Hey guys, so this is my very first long form video on YouTube. So ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. നമ്മൾ ഷോർട്സ് മാത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന റീൽസ് മാത്രം ഇതിൽ ഷോർട്സ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് ഒരു ഓൾമോസ്റ്റ് 1 month ആയിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പെർഫെക്റ്റ് മൊമെൻറ്റ്, ഒരു പെർഫെക്റ്റ് വീഡിയോ നോക്കി ഇരുന്നിരുന്ന് ഐ ഫീൽ ലൈക്ക് ഐ വിൽ നെവർ ബി ഏബിൾ ടു സ്റ്റാർട്ട്. സോ ഇന്ന് ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ കോളേജിൽ നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ടേക്ക് എ വീഡിയോ. സോ ഹിയർ ഇസ് എവറിഥിങ് ദാറ്റ് ഐ ക്യാരി എവറി ഡേ, ഓൾമോസ്റ്റ് എവറി ഡേ ഫോർ മൈ വർക്ക്. സോ ദിസ് ഇസ് മൈ ബാഗ്. ഇതാണ് എൻ്റെ ബാഗ്. സോ ദിസ് വൺ ഈസ് എ റിയലി പ്രാക്ടിക്കൽ, ഒരു പ്രാക്ടിക്കലി കുറച്ച് വലിയൊരു ബാഗാണ് വിച്ച് ക്യാൻ ഫിറ്റ് എവറിഥിങ്. നമ്മൾ വർക്കിനാണ് പോകുന്നത്. ഇറ്റ്സ് എ 9 to 5 ജോബ്. സോ ഡെഫിനറ്റ്ലി ഐ നീഡ് ടു ക്യാരി ഹോൾ ലോട്ട് ഓഫ് സ്റ്റഫ് ഇൻ മൈ ബാഗ്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മെയിൻ ഇത് തുറക്കുമ്പോൾ ഐ ഹാവ് മൈ ലാപ്ടോപ്പ്, because this is something which I need to carry literally every day, because everything about my work depends on this laptop. നമ്മൾ പ്രസൻറ്റേഷൻസ്, നോട്ട്സ്, അറ്റൻഡൻസ് എല്ലാ സംഭവങ്ങളും ഇതാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോയിട്ട് യാതൊരു കാര്യമില്ല. സോ ലാപ്ടോപ്പ് ഇസ് സംതിങ് ദാറ്റ് ഐ ക്യാരി എവറി ഡേ. പിന്നെ I have, I'll show the things associated with my laptop. പിന്നെ എനിക്കുള്ളത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജറാണ്. സോ ഇതിൻ്റെ ചാർജറും വേണം, ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് ലോങ് അവേഴ്സ് യു നീഡ് ടു വർക്ക്. സോ ചാർജർ to stay whole day I need to carry my laptop charger. പിന്നെ വീണ്ടും സംതിങ് അസോസിയേറ്റഡ് വിത്ത് മൈ ലാപ്ടോപ്പ് തന്നെ, കാരണം എൻ്റെ ലാപ്ടോപ്പിൻ്റെ മൗസ് എനിക്ക് സ്ഥിരം വേണം, കാരണം എൻ്റെ ലാപ്പിൻ്റെ മൗസ് പാഡ് പോയി. സോ മൗസ് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. സോ ഹിയർസ് മൈ മൗസ്. ഈവൻ ദാറ്റ്സ് സംതിങ് ദാറ്റ് ഐ ക്യാരി റെഗുലർലി. ഇതാണ് എൻ്റെ മൗസ്. ഓക്കെ, സോ അത് ഇങ്ങനെ ഇതിനകത്ത് ഞാൻ വെക്കാറുണ്ട്, കാരണം ബാഗ് നമ്മളെപ്പോഴും അവിടെ ഇവിടെയൊക്കെ കൊണ്ട് വെക്കുമ്പോൾ ഐ തോട്ട് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദിസ്. ആ കേസിൽ തന്നെയാണ് ഞാൻ ബാഗിൽ വെക്കാറ്, ഞാൻ അതിൻ്റെ കേസ് കളയാറില്ല. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ. സോ ഈ ബോട്ടിൽ ഞാൻ സ്റ്റിക്കർ പോലും കളഞ്ഞിട്ടില്ല, ഞാൻ റീസെൻ്റ്ലി വാങ്ങിയതാണ്. ഒരു 1 week ആയിട്ടുള്ളൂ ഹാർഡ്ലി, അല്ലെങ്കിൽ മാക്സിമം 5-6 days ആയിട്ടുള്ളൂ. ഈ ബോട്ടിൽ വാങ്ങാൻ കാരണം ഞാൻ തീരെ വെള്ളം കുടിക്കലില്ല. അപ്പം എനിക്ക് നമ്മൾ എപ്പോഴും ഡീഹൈഡ്രേറ്റഡ് ആവും, പ്രത്യേകിച്ച് നമ്മൾ വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിയതിൻ്റെ കാരണം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, കുറച്ചും കൂടെ വെള്ളമുണ്ട് കുറച്ചുകൂടെ. സോ ഈ ബോട്ടിലാവുമ്പോൾ ഇങ്ങനെ ടൈമിങ്സും ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇത് കാണുമ്പോഴെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ക്യാരി ചെയ്യുന്നത്. സോ ദിസ് ഇസ് മൈ വാട്ടർ ബോട്ടിൽ. പിന്നെ ഐ ഹാവ് എ ബുക്ക്. സോ ദിസ് ഇസ് എ ബുക്ക് ദാറ്റ് വൺ ഓഫ് മൈ കൊളീഗ്സ് ഗിഫ്റ്റഡ് ടു മീ. നമ്മൾ കഴിഞ്ഞ ക്രിസ്മസിന് നമ്മൾ സീക്രട്ട് സാന്റ കളിച്ചപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തൊരു ബുക്കാണ്. ഇറ്റ്സ് ബേസിക്കലി അബൌട്ട് ഹിസ്റ്ററി, അബൌട്ട് ഇന്ത്യൻ, ഇറ്റ്സ് ടെയിൽസ് ഫ്രം ഇന്ത്യൻ ഹിസ്റ്ററി. സോ ഇത് ഞാനിങ്ങനെ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. അപ്പം അത് ബാഗിലുണ്ടാവും ബുക്ക്. പിന്നെ ഐ ഹാവ് മൈ സ്പെക്സ് ആൻഡ് ഐ ഡോണ്ട് ഹാവ്, കണ്ണിന് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ദിസ് ഇസ് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഗ്ലാസ്. ഒരുപാട് സ്ട്രെയിൻ നമ്മൾ ലാപ്ടോപ്പിലും ഫോണിലൊക്കെ കുറേ അവേഴ്സ് നോക്കുമ്പോൾ കണ്ണിന് നല്ല സ്ട്രെയിൻ ഉണ്ടാവാറുണ്ട്. പിന്നെ എനിക്ക് ബേസിക്കലി ഡസ്റ്റ് അലർജി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് എൻ്റെ സ്പെക്സ് ഉണ്ട്, ഫ്രം ലെൻസ്കാർട്ട്. മൈ സ്പെക്സ് ജസ്റ്റ് ഫോർ പ്രൊട്ടക്ഷൻ, കണ്ണിൻ്റെ ലൈക്ക് പ്രൊട്ടക്ഷൻ ഗ്ലാസ് ആണ്, പവറൊന്നുമില്ല, പവറില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇതും അങ്ങനെ പക്ഷെ ഉപയോഗിക്കാറില്ല, ഇത് ബാഗിൽ കിടക്കും. ഇതങ്ങനെ കാര്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാറൊന്നുമില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യും, അത്രേ ഉള്ളൂ. മൈ സ്പെക്സ്. പിന്നെ ഒരു നോട്ട്ബുക്ക് ഉണ്ട്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ എല്ലാ കാര്യങ്ങളും മറക്കുന്ന ഒരാളാണ്. സോ നമുക്ക് എപ്പോഴും ഒരു നോട്ട്ബുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മീറ്റിംഗ്സ് അതുപോലെ ചെയ്യാനുള്ള ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഞാൻ എപ്പോഴും ഈ ഒരു ബുക്കിലാണ് എഴുതി വെക്കാറ്. ഇപ്പോൾ സപ്പോസ് എനിക്ക് ഇതുണ്ടോ, ഇതിങ്ങനെ ചെയ്തിട്ട് ഞാനിങ്ങനെ ടിക്ക് ചെയ്ത് പോവാറുണ്ട്. സോ ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഫാണ്. സോ ഈ ബുക്ക് എപ്പോഴും ഉണ്ടാവും. മീറ്റിങ്സിൽ പോകുമ്പം ഓരോന്ന് നോട്ട്സ് എഴുതിയെടുക്കാനും അതുപോലെ ടു ഡു ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഈ ബുക്ക് ഉണ്ടാവും. ദെൻ ഐ ഹാവ് മൈ അംബ്രല്ല.
ഇതും ഉപയോഗിക്കാറേ ഇല്ല, ബാഗിലുണ്ടാവും. മഴ പെയ്താൽ മാത്രം എടുക്കും. ഇതിങ്ങനെ ബാഗിൽ എപ്പോഴും കിടക്കാറുണ്ട്, ഈ ഒരു കുട, അംബ്രല്ല. പിന്നെ എൻ്റെ പഴയ മൗസിൻ്റെ കവർ, ഇതിനകത്തൊന്നുമില്ല. ഐ ഷുഡ് ആക്ച്വലി ത്രോ ഇറ്റ് ഔട്ട്. പക്ഷെ ഇത് ബാഗൊക്കെ കൊണ്ട വെക്കുന്നത് പോലെ ഇരിക്കുന്നതുകൊണ്ട് അതിനകത്ത് കിടക്കുകയായിരുന്നു. ഐ ഷുഡ് ചേഞ്ച് ഇറ്റ്. പിന്നെ ഐ ഹാവ് മൈ വാലറ്റ്. ഇതിൻ്റെ കഥയായിട്ട് പറയുന്നില്ല. ദിസ് വൺ ഈസ് സംതിങ് വിച്ച് ഇസ് വെരി ഓൾഡ്. ഞാൻ UG ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു വാലറ്റാണ്. സംതിങ് വെരി ഓൾഡ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് ടു ഷോസ്. ഇതിനകത്തൊന്നുമില്ല. ഇതിൽ ബേസിക്കലി എൻ്റെ കാർഡ്സൊക്കെയാണ്. ഒരു 2 രൂപയുണ്ട്. എൻ്റെ പിന്നെ കുറച്ച് ഫോട്ടോസുണ്ട്. ഫോട്ടോസ് നമ്മൾ സ്റ്റുഡിയോയിൽ എടുക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ എൻ്റെ ATM കാർഡ്സ്, ആധാർ, പാൻ കാർഡ്, അങ്ങനെയൊക്കെയുള്ള എൻ്റെ കാർഡ്സൊക്കെയാണ് പേഴ്സിൽ. വേറെ ഒന്നുമില്ല ഇതിൽ. ജസ്റ്റ് അതും ബാഗിൽ കിടക്കുന്ന ലൈറ്റാണ്. ഇതൊന്നും പുറത്തെടുക്കലില്ല. ദെൻ ഐ ഹാവ് എ പെർഫ്യൂം. ഇറ്റ്സ് എ ബോഡി മിസ്റ്റ് ഫ്രം വെസ്റ്റ് സൈഡ്, സൺസെറ്റ് സ്പ്ലാഷ്. ഇത് ബാഗിലുണ്ടോ? ഇത് നമ്മൾ ഇപ്പം സമ്മറാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഭയങ്കര സ്വെറ്റ് ആവും. സോ ടു കീപ് മൈ സെൽഫ് ഫ്രഷ് ഐ ക്യാരി എ സ്മോൾ പെർഫ്യൂം ഇൻ മൈ ബാഗ്. പിന്നെ ഒരു ക്ലച്ചറുണ്ട്. ഇതും ചൂട് സമയത്ത് നമുക്ക് അത്യാവശ്യമാണ്, മുടി അഴിച്ചിടാൻ പറ്റില്ല. ദെൻ ഐ ഹാവ് അഗെയിൻ എ പെർഫ്യൂം. അതും ഒരു ചെറിയ സ്മോൾ പോക്കറ്റ് പെർഫ്യൂം ഫ്രം വാട്ടർ ഗേൾ. ഇതും ബാഗിൽ കിടക്കും. ഇതൊക്കെ തീരാറായതാണ്, കുറച്ചും കൂടി ഉള്ളൂ. പിന്നെ എൻ്റെ സാലറി അക്കൗണ്ടിൻ്റെ ചെക്ക് ബുക്കാണ്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയം മുതൽ എൻ്റെ ബാഗിൽ കിടക്കുന്ന റൈറ്റാണ്. ഇതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഉപയോഗമില്ല, ഉപയോഗിക്കാറുമില്ല, കാലിയാണ്. അപ്പോൾ ഇത് വെറുതെ പ്ലാറ്റിനം സാലറി അക്കൗണ്ട് അങ്ങനെ ബാഗിൽ, യെസ് ബാങ്കിൻ്റെ ആണ് അത്. ബാഗിൽ എപ്പോഴും കിടക്കാറുള്ള ഒരു ഐറ്റമാണ്. പിന്നെ പിന്നെ ഒരു പെൻസിലുണ്ട്, പെൻസിൽ. പിന്നെ ഐ ഹാവ് ഓക്കെ, സോ ദിസ് ഇസ് ഡിന്നർ കൂപ്പൺസ്. നമുക്ക് റീസെൻ്റ്ലി കോളേജിൽ ഗ്രാജുവേഷൻ ഡേ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫാക്കൽറ്റിക്ക് വേണ്ടിയിട്ട് ഡിന്നർ കൂപ്പൺസ് തന്നിരുന്നതാണ്. ഇത് വെച്ചിട്ട് ആരും ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മളിത് യൂസ് ചെയ്തിട്ട് ഡിന്നർ കഴിച്ചിട്ടില്ല. ഇത് അന്ന് ബാഗിലിട്ടതാണ്, അന്ന് എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയില്ല, യൂസ് ചെയ്തിട്ടില്ല. ഇത് ബാഗിൽ കിടപ്പുണ്ട് ഇപ്പോഴും. ഇത് കഴിഞ്ഞതാണ്, ഇതിൻ്റെ ആവശ്യമില്ല ഇനി. പിന്നെ ഒരു സിറമുണ്ട്. ദിസ് ഇസ് ഫ്രം ഹൈഫൻ്റെ ഡബിൾ ഷോട്ട് റേഡിയൻസ് ലിഫ്റ്റ് സിറം. ഇത് ഞാൻ യൂസ് ചെയ്യുന്നതല്ല. ഇതും പിന്നെ വേറൊരു സിറം കൂടിയുണ്ട്. ഇത് രണ്ടും ഞാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് അല്ല. എനിക്കിത് വർക്ക് ആയില്ല. ഇത് രണ്ടും എനിക്ക് യൂഷ്വലി സിറംസ് അങ്ങനെ വർക്ക് ആവാറില്ല. എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പം വിത്തിൻ 2 വീക്സ് എനിക്ക് പിമ്പിൾസ് വരും, എൻ്റെ സ്കിൻ ഇറിറ്റേറ്റഡ് ആവും. സോ ഇത് രണ്ടും ആക്ച്വലി ഇത് പുതിയതാണ്. ഇതുണ്ടോ, ഇത് പൊട്ടിച്ചിട്ട് പോലുമില്ല. ഞാൻ കുറച്ച് യൂസ് ചെയ്തു. പിന്നെ എൻ്റെ സ്റ്റുഡൻസിന് അതിനെ കൊടുക്കാൻ, വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ ബാഗിൽ അവർക്ക് കൊടുക്കാനായിട്ട് ഇന്ന് കൊണ്ടുപോയതാണ്. പക്ഷെ മറന്നുപോയി, കൊടുക്കാൻ പറ്റിയില്ല. സോ ഇതിവിടെ തന്നെ കിടക്കും, നാളെയെങ്കിലും കൊടുക്കണം. അതാണ്, ദാറ്റ്സ് ദെയർ ഇൻ മൈ ഈ റോ. ഇനി ചെറിയ റോയിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു സൈഡ് റോ ഉണ്ട്, ബാക്ക് സൈഡിൽ. സോ ഇതിനകത്തും കുറച്ച് സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ നമ്മൾ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ ഉള്ളത് ഐ ഹാവ് എ ലിപ് ബാം. അത് ഞാൻ എപ്പോഴും കൊണ്ടുപോകും, കാരണം എൻ്റെ ലിപ്സ് പെട്ടെന്ന് ഡ്രൈ ആവും. സോ ഒരു ലിപ് ബാം ഫ്രം ഹിമാലയയുടെ ഒരു ലിപ് ബാം ഉണ്ട്. പിന്നെ എൻ്റെ ഇയർബഡ്സ് ഉണ്ട്. പാട്ട് കേൾക്കും, കോളേജിലേക്ക് പോകുമ്പോഴും തിരിച്ച് വരുമ്പോഴും പാട്ട് കേൾക്കാനായിട്ട്. ബോറടിച്ച് തന്നെയാണല്ലോ വരിക, അപ്പോൾ പാട്ട് കേട്ടാൽ വരുന്നു. അതുണ്ട്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, അതും മറ്റതിൻ്റെ ചാർജ് തീരുമ്പോൾ ഇത് യൂസ് ചെയ്യും അങ്ങനെ. പിന്നെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. ദിസ് ഇസ് ഫ്രം മെബ്ലിൻ്റെ മോർ ടോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ്, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ ഐ ഹാവ് എ മെഡിസിൻ, സിട്രസൻ. എനിക്കെപ്പോഴും ഐ എം അലർജിക് ടു ഡസ്റ്റ്. അപ്പം കൂടുതലും എനിക്ക് തുമ്മലൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കഴിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇത് കുറയാറുണ്ട്, എൻ്റെ തുമ്മലൊക്കെ കുറയാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് അലർജിയുടെ ടാബ്ലറ്റ്സ്. പിന്നെ
കുറേ പേനയുണ്ട് എനിക്ക്. പെൻ ഒരുപാടുണ്ട്, ഒരു ഓൾമോസ്റ്റ് 5 പെൻസ് ഉണ്ട്. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇത്രയും വെക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, നമുക്കിത് എക്സാം ഡ്യൂട്ടി അങ്ങനെ അല്ലെങ്കിൽ നോട്ട്സ്, ഇത് എപ്പോഴും സാധനം അത്യാവശ്യമാണ്. നമ്മുടെ ആരെങ്കിലും നമ്മുടെ കൂടെ ഉള്ള കൊളീഗ്സ് വന്ന് ചോദിക്കും, നമ്മൾ കൊടുക്കും. ഇത് പിന്നെ ആ വഴിക്ക് പോകും, അടുത്തത് കൊടുക്കും, അത് ആ വഴിക്ക് പോകും, പിന്നെ ഇത് നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. സോ എപ്പോഴും ഞാൻ ബാക്കപ്പിനായിട്ട് ഇത്രയും പേന വെച്ചിരിക്കുന്നതാണ്, ബാഗിൽ തന്നെ ഉണ്ടാവും. സോ പെൻ. ആൻഡ് ദെൻ ഐ ഹാവ് എ ക്യൂട്ട് തിങ്, എ ഡോൾ. ഇത് ഒരു വട്ടം കിൻഡർ ജോയ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു സാധനമാണ്, അത് ബാഗിൽ ഇട്ടിരുന്നതാണ്. പിന്നെ ഐ ഹാവ് എ റബ്ബർ ബാൻഡ്, അതും മുടി കെട്ടി വെക്കാനായിട്ട് റബ്ബർ ബാൻഡ് ഉണ്ട്. പിന്നെ കുറച്ച് ചില്ലറ പൈസ, 2 രൂപ, കുറേ 2 രൂപയാണ് ഇതൊക്കെ, ബാഗിൽ കിടന്നതാണ്. പിന്നെ വേറൊരു ലിപ്സ്റ്റിക് ഉണ്ട് ഫ്രം സ്വിസ് ബ്യൂട്ടി, അതിൻ്റെ ഒരു ബ്രാൻഡി ഹാരിങ്ടൺ എന്ന് പറഞ്ഞൊരു ന്യൂഡ് ഷെയ്ഡ്. ഇതൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ഞാൻ യൂസ് ചെയ്യാറ് പോലും ഇല്ല. ഓൾമോസ്റ്റ് തീർന്ന ഒരു സാധനമാണ്, ഇതിനകത്തൊന്നുമില്ല. സോ ഇത് ബാഗിൽ കിടന്നാണ്, കുറേ നാളായിട്ട് കിടക്കുന്ന. പിന്നെ ഐ ഹാവ് വീണ്ടും ഒരു റബ്ബർ ബാൻഡ് ഉണ്ട്. പിന്നെ ഒരു 1 രൂപയുണ്ട്, ചില്ലറ പറക്കി ഇതിനകത്ത് ഇട്ടിരിക്കുക. പിന്നെ അത്ര ഉള്ളു. ഒരു വിക്സും കൂടി കാണേണ്ടതാണ്, അതെപ്പോഴും ഒരു വിക്സ് ഉണ്ട്. വിക്സ്, ഞാനൊരു തലവേദനയുള്ള ആളാണ്, എപ്പോഴും എനിക്ക് തലവേദനയാണ്. സോ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ മണപ്പിക്കാനും തേക്കാനും എനിക്ക് ഈ സാധനം വളരെ ഇമ്പോർട്ടൻ്റാണ്. സോ ഇത് ബാഗിലുണ്ടാകും. ഇതും എൻ്റേതല്ല, നമ്മൾ സ്റ്റുഡൻസിനെയും കൊണ്ട് യൂണിവേഴ്സിറ്റി പോയ സമയത്ത് എനിക്ക് തലവേദനയായിരുന്നു. അത് നോമ്പ് ടൈമിലാണ്. അപ്പോൾ എനിക്ക് ബേസിക്കലി ഇവിടുന്ന് 2 മണിക്കൂർ ട്രാവലാണ് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക്. അപ്പോൾ ചൂട് കൂടിയായിരുന്നു, നല്ല ചൂടായിരുന്നു, എനിക്ക് നോമ്പായിരുന്നു, എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. ആ ടൈമിൽ നമ്മളൊരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. അന്ന് മുതൽ ഇതിൻ്റെ ബാഗ് കിടക്കുക. എന്നാലും എനിക്കിത് ആവശ്യമുണ്ട്, ഞാൻ ഉപയോഗിക്കാറുണ്ട്. വിക്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്ക് എപ്പോഴും തലവേദനയാണ്. ബേസിക്കലി മൈഗ്രെയിൻ ഉണ്ടെന്നാണ് തോന്നുന്നത്, ടെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷെ മൈഗ്രെയിൻ്റെ എല്ലാ സിംറ്റംസും ഉണ്ട്. എനിക്ക് എന്നും തലവേദനയാണ്. സോ ഇത് ബാഗിലുണ്ട്. So that's it. That's all in my bag. So and of course ചാർജർ, ഫോണിൻ്റെ ചാർജർ ഞാൻ അങ്ങനെ ക്യാരി ചെയ്യാറില്ല. കാരണം ഞാൻ രാവിലെ ചാർജ് ആക്കിയിട്ട് പോയാൽ വൈകിട്ട് വരെ എൻ്റെ ഫോൺ ചാർജ് നിൽക്കാറുണ്ട്. സോ കോളേജിൽ അങ്ങനെ വെരി റെയറായിട്ട് മാത്രമേ ഞാൻ ഫോണിൻ്റെ ചാർജർ കൊണ്ടുപോകാറുള്ളൂ. സോ അത് ഇതിനകത്തില്ല. ബാക്കിയെല്ലാം എൻ്റെ എസെൻഷ്യൽ ഐറ്റംസ് തന്നെയാണ്. സോ ദാറ്റ്സ് ഓൾ that I have in my bag. Ini do you also carry all these items in your bag? അറിയാം, എല്ലാവരും നമ്മൾ ചിലർ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ക്യാരി ചെയ്യാറുള്ളൂ. പക്ഷെ എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം എൻ്റെ ബാഗിൽ ഉണ്ടാവാറുണ്ട്. സോ ഇതൊക്കെ ഇനി തിരിച്ച് വെക്കണം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, please subscribe and you can be around till the next one comes up. So thank you so much for watching. Bye.